പേർ അറസ്റ്റിൽ. ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകിയ സംഘാടകരാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അരുണ്യ സിജി ചേരുന്നുണ്ട്. അരുണ്യ, 6 പേരാണ് ഇപ്പോൾ ദുരന്തത്തിന്റെ ഭാഗമായി അറസ്റ്റിലായിട്ടുള്ളത്. ഭോലെ ബാബയുടെ അനുയായികളാണോ ഈ അറസ്റ്റിലായിരിക്കുന്ന 6 പേർ? ആരൊക്കെയാണവർ? അതോടൊപ്പം തന്നെ ഈ ഭോലെ ബാബയിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകിയ സംഘാടകരാണ് ഇവർ 6 പേരും. ഇവരിൽ 2 പേർ സ്ത്രീകളും 4 പേർ പുരുഷന്മാരുമാണ്. ഇവരുടെ പേര് വിവരങ്ങളോടും തന്നെ ലഭ്യമാകും. അറസ്റ്റിലായി 6 പേരും അപകടം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് 3 രക്ഷപ്പെട്ടവരാണെന്നാണ് അലിഗഡ് IG ഘട്ടത്തിൽ പറയുന്നത്. FIR ഇതിനോടകം പ്രതി ചേർത്ത സംഘാടകരിലെ പ്രധാനിയായിട്ടുള്ള ദേവപ്രകാശ് മധുർ എന്നയാൾക്കെതിരെ പോലീസ് ജാമ്യവില കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാളെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആൾദൈവം ഭോലെ ബാബയുടെ പേര് FIR-ൽ പ്രതി ചേർത്തിട്ടില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. മേൻപൂരിലെ ഭോലെ ബാബയുടെ ആശ്രമത്തിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാൾ സ്ഥലത്തില്ല എന്നാണ് അനുയായികൾ പോലീസിനോട് പറയുന്നത്. ഈ ഭോലെ ബാബയുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി അന്വേഷിക്കുന്നതിലേക്ക് കടക്കുമെന്ന് അലിഗഡ് IG പ്രതികരിച്ചിട്ടുണ്ട്. ഈ മതചടങ്ങ് നടത്താൻ താൻ ഒരു തരത്തിലുള്ള അനുമതിയും കൊടുത്തിട്ടില്ലെന്ന് കൂടി അലിഗഡ് പോലീസ് പറയുന്നു. മറ്റൊന്ന്, ഇന്നലെ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് 2 മാസത്തിനകം സമർപ്പിക്കണം. ഗൂഢാലോചന സാധ്യതകൾ നികടത്തിൽ പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സംഗീത. ശരി ആരുണ്യ, ഹാത്രസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിലായിരിക്കുന്നു. 2 സ്ത്രീകളടക്കമുള്ളവരാണ് 6 പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകിയ സംഘാടകരാണ് ഈ 6 പേരെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ വിശദമായ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേയുള്ളൂ. ഒപ്പം തന്നെ ഭോലെ ബാബയിലേക്ക് അന്വേഷണം നീങ്ങുന്ന സാഹചര്യവും നിലവിൽ വ്യക്തമല്ല. ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് ആരുണ്യ സിജി നൽകിയത്.